പറയൂ സർ. നേരിൽ കാണുന്നത് ഇന്നാണെങ്കിലും പത്മനാഭൻ സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ദ ലിവിംഗ് ഡൈറ്റി ഓഫ് കരുതീലിക്കാവ്. കണ്ടമാനം സ്വത്തുക്കള് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം മോക്ഷപ്രാപ്തി കിട്ടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആനപ്പുറത്ത് അമ്പാരി കയറി നടന്നാലും 6 അടി മണ്ണിൽ ഒതുങ്ങുമ്പോ കർമ്മത്തിന്റെ കണക്ക് പുസ്തകം മാത്രമേ കൂടെ കാണൂ. ശരിയല്ലേ? അതെ. ആ ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് കരിനീലി കാവുകാരെ ഞാൻ നിർലോഭം സേവിക്കുന്നു. അവരെന്നെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നു. ഈ ആരാധനയെല്ലാം വന്നു ചേരുന്നത് സാക്ഷാൽ പരബ്രഹ്മത്തിലാണെന്ന് മാത്രം. നീ അങ്ങനെ പറഞ്ഞ് ഇവളെ കളിയാക്കിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗിരിയേട്ടോ. കളിയാക്കിട്ട് പറഞ്ഞില്ലെന്ന് കള്ളം പറയുന്നോ? നീ ശരിക്കും കളിയാക്കിയോ? അറിയാതൊന്ന് പറഞ്ഞു വിട്ടുകളോ. ഇത് അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ലേ? ഇവിടെ വെക്ക്, പറഞ്ഞിട്ട് പോയാ മതി. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. അതെ, ഇമ്മാതിരി തമാശയൊന്നും അനുവദിക്കാൻ പറ്റില്ല. ആളുകളെ നിറത്തിന്റെയും രൂപത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കളിയാക്കുന്നത് കുറ്റകരമാണ്. ഇയാളിപ്പോ രശ്മിയുടെ രൂപത്തെയാ കളിയാക്കിയത്. അത് ബോഡി ഷേമിംഗാ. ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്താ ഇയാള് ജയിലിൽ പോയി കിടക്കും. കേസ് കൊടുക്കട്ടെ, കൊടുക്കട്ടെ എന്ന്. എന്റെ പൊന്ന് ഗിരിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു നാവ് പിഴ, എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ കേസൊന്നും കൊടുത്തേക്കല്ലേ. എടാ ഇതില് ശരിക്കും ഇയാളോട് ക്ഷമിക്കേണ്ടത് ഞങ്ങളൊന്നുമല്ല, രശ്മിയ. ഇവളോട് മാപ്പ് ചോദിക്ക്. ഇവള് മാപ്പ് തന്ന കേസിൽ നിന്ന് ഒഴിവാക്കാം. ഗിരിയേട്ടാ, പറഞ്ഞു കേട്ടില്ലേ? മാപ്പ് പറഞ്ഞു. മാപ്പ് രശ്മി, മാപ്പ്. വെറുതെ മാപ്പ് ചോദിച്ചാ പോരാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നുകൂടി പറയണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. കരിനീലിക്കാവിലെ അമ്മയാണ് സത്യം. തൽക്കാലത്തേക്ക് മാപ്പ് കൊടുക്കാം അല്ലേ ഏട്ടത്തിമ്മേ? ആ, ഇതൊന്നും നിനക്കുള്ളതല്ല. അവന് ആ ഗിരിക്കുള്ള മുന്നറിയിപ്പായത് കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെഞ്ചൂറ ഗ്രൂപ്പിന്റെ MD. ഞങ്ങളുടെ കമ്പനിക്ക് ഇവിടെ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ പ്ലാനുണ്ട്. അതിന് ഏകദേശം 150 ഏക്കറോളം സ്ഥലം ഒറ്റ പ്ലോട്ടായിട്ട് വേണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അപ്പോഴാണ്
പത്മനാഭൻ സാറിന്റെ കൈവശമുള്ള 150 ഏക്കർ വസ്തുവിന്റെ കാര്യം മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്. ഓ അല്ല, സാറിനോടായതുകൊണ്ട് പറയാം, മിനിസ്റ്ററും ഞങ്ങളുടെ ഒരു രഹസ്യ പാർട്ണറാ. ഓ അത് ശരി. അല്ലെങ്കിലും ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്ന ആളല്ലല്ലോ സഹദേവൻ മിനിസ്റ്ററെ. വളരെ ആലോചിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ തീരുമാനിച്ചത്. ഓ അതുകൊണ്ട് വർഷവും 150 ഏക്കറിൽ ഇത്തിരി കുറഞ്ഞാലും സാരമില്ല. അല്ലല്ല, അത് 150 ഏക്കർ തന്നെ ഉണ്ട്. ആ ആ, അല്ല ഈ ബാക്കി കാര്യങ്ങള് ഒന്നുകിൽ പൊന്നും വില തന്ന് വസ്തു ഞങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ണറായി സാറ് ഞങ്ങളോടൊപ്പം കൂടാം. ഇതിലേത് വേണമെന്ന് സാർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. രണ്ടായാലും ഞങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ സാർ ഓക്കെ ആണെങ്കിൽ മന്ത്രിയുമായി ഒരു മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്യാം. അതെ സാറേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. മതി, അത് ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഇതുവരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ എന്താ വേണ്ടേ? ചായയോ അതോ കോഫിയോ? ഒന്നും വേണ്ട, സൽക്കാരങ്ങളൊക്കെ പിന്നീട് ഒരിക്കലാവും. പിന്നെ പോയിട്ട് അത്യാവശ്യമുണ്ട്. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് മന്ത്രിയോടൊപ്പം ഡൽഹിയിലേക്ക് പോകേണ്ടതാ. ഓ അവിടെ ചെന്നിട്ട് മന്ത്രിയോടൊപ്പം ഇരുന്നിട്ട് ഞാൻ വിളിക്കാം. ആ ശരി എന്നാ. ശരി. ആ